തുടങ്ങിയിരുന്നു. അപ്പൊ PSC സിലബസിൽ പറയുന്ന മലയാള സാഹിത്യം. അപ്പൊ ഇതിനു മുന്നേ കുറെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിലുണ്ട്. കാണാത്തവരത് കാണുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അത് കണ്ടതിന് ശേഷം വേണം ഈ ക്ലാസ് നിങ്ങൾ കാണാൻ. അപ്പോൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് 2024 LDC, LP, UP, 12th ലെവൽ, ഡിഗ്രി ലെവൽ, അതുപോലെ കേറ്ററ്റ് എക്സാം, ഇതിനെല്ലാം യൂസ്ഫുൾ ആണ്. അപ്പൊ മലയാള സാഹിത്യമുള്ള പരീക്ഷകൾക്കൊക്കെ ഈ ബാച്ച് വളരെ യൂസ്ഫുൾ ആണ്. PSC മലയാള സിലബസിൽ പ്രധാനമായിട്ട് 9 ഭാഗങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ ഭാഗമൊക്കെ നമ്മൾ എടുത്തു. അപ്പോൾ ഈ രണ്ടാമത് വന്നിട്ടുണ്ട് ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ, അതും കുറെ നമ്മൾ എടുത്തു. അതിൽ വരുന്ന മലയാള ഗദ്യമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അപ്പോ അതില് മലയാള ഗദ്യമാണ് ഇന്ന് നോക്കുന്നത്. മലയാള സാഹിത്യത്തില് ആദ്യം രൂപപ്പെട്ട പ്രസ്ഥാനം എന്ന് പറയുന്നത് പാട്ട് പ്രസ്ഥാനമാണ്. അതായത് മലയാള സാഹിത്യത്തിലെ പ്രാധാന്യം പാട്ടിനൊക്കെയായിരുന്നു. ആ ഒരു സമയത്ത് ഗദ്യത്തിന് അധികം പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് മലയാള ഗദ്യത്തിന് പ്രാധാന്യം വരികയും അത് വികസിക്കാനും തുടങ്ങിയത്. അപ്പൊ മലയാള ഗദ്യത്തിന്റെ ആദ്യകാല മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെപ്പേടുകളിലാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്താണ് ഈ ഗദ്യം എന്ന് പറയുന്നത്? എന്താണ് പദ്യം എന്ന് പറയുന്നത്? അലങ്കാരം വൃത്തമൊക്കെ ചേർത്ത് എഴുതുന്നതാണല്ലേ പദ്യം. അതായത് വൃത്തനിബന്ധമായ വാക്മയങ്ങളെയാണ് നമ്മൾ പദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഗദ്യം എന്തായിരിക്കും? വൃത്തനിബദ്ധമല്ലാത്ത വാഗ്മയമാണ് ഗദ്യം എന്ന് പറയുന്നത്. അപ്പൊ മലയാള സാഹിത്യത്തിൽ ആദ്യം പദ്യത്തിനായിരുന്നു പ്രാധാന്യം, ഗദ്യത്തിന് വലിയ പ്രാധാന്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഗദ്യത്തിന് ജനസമ്മതി വന്ന് ഗദ്യം വികസിച്ചു തുടങ്ങിയത്. അപ്പൊ പദ്യത്തിൽ എഴുതിയാലേ സാഹിത്യമാകൂ എന്നൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അത് പതുക്കെ പതുക്കെ മാറി അങ്ങനെ ഗദ്യം വികസിച്ചു. അപ്പൊ ഗദ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമായി പറയുക. അപ്പൊ വ്യക്തമായി പറയുക എന്നർത്ഥമുള്ള ഗദ എന്ന ധാതുവിൽ നിന്ന് അങ്ങനെ ഗദ്യം രൂപപ്പെട്ടു. അപ്പൊ ഗദ്യം വളരെ നാളുകൾക്ക് ശേഷമാണ് രൂപപ്പെട്ട് വികസിച്ചങ്ങ് വന്നത് എന്നൊരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ മലയാള ഗദ്യ ഭാഷയുടെ വികസനം പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളിൽ നടന്നു എന്ന് പറയാം. 3 ഘട്ടങ്ങളിലൂടെ: പ്രാചീനം, മധ്യം, ആധുനികം. അപ്പൊ പ്രാചീന ഗദ്യങ്ങൾ നമ്മൾ എവിടെ ആയിരിക്കും കണ്ടിട്ടുള്ളത്? ചെപ്പേടുകളിലാണ്. എന്താണ് ഈ ചെപ്പേട്? ശാസനം എന്നൊക്കെ പറഞ്ഞാല് ഇത് പണ്ട് രാജാക്കന്മാർ പുറപ്പെടുവിക്കുന്ന നിയമങ്ങളൊക്കെ ഇപ്പൊ ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ. അപ്പൊ അവര് ചെമ്പ് തകിടിലോ ഓലയിലോ ഒക്കെ ഇങ്ങനെ എഴുതിയിട്ട് ജനങ്ങളെ അറിയിക്കും. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയും കൂടെ ഉപയോഗിക്കണം അല്ലെ. വലിയ കട്ടിവട്ട വാക്കുകളും ഒരു കവിതയൊക്കെ പോലെ എഴുതിയാൽ സാധാരണക്കാർക്ക് മനസ്സിലാവും ഇല്ല. അപ്പോൾ ഗദ്യത്തിൽ എഴുതേണ്ട ഒരു ആവശ്യകത വന്നതോടുകൂടിയാണ് ഇത് രൂപപ്പെട്ടത്. അപ്പൊ ആദ്യകാല ഗദ്യ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചെപ്പേടുകൾ അഥവാ ശാസനങ്ങളിലാണ്. അപ്പോ ചേര രാജാക്കന്മാരുടെ ചില ചെപ്പേടുകളാണ് മലയാള ഗദ്യത്തിന്റെ ആദ്യ മാതൃകകളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അപ്പൊ ചെപ്പേട് എന്ന് പറയുമ്പോൾ കല്ലിലോ ചെമ്പ് തകിടിലോ പനയോലകളിലോ ഒക്കെ ആലേഖനം ചെയ്തിട്ടുള്ള രേഖകളാണ്. അപ്പൊ ആദ്യകാല ചെപ്പേടുകളുടെ ഭാഷ എന്ന് പറയുന്നത് അധികം, ഞാൻ പറഞ്ഞു സാധാരണക്കാർക്ക് മനസ്സിലാവണമെന്ന്. അപ്പൊ നല്ല കട്ടി സംസ്കൃതത്തിലൊക്കെ എഴുതാൻ പറ്റുമോ? ഇല്ല, കട്ടി സംസ്കൃതമൊന്നുമില്ല. അപ്പൊ സംസ്കൃതമൊക്കെ വളരെ കുറവായിരുന്നു. എന്നാൽ ചെറിയ രീതിയിൽ ചെന്തമിഴിന്റെ ഒക്കെ അംശം ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ എന്താ സാധാരണ മലയാളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് എന്താ ഈ ഭാഷ ഈ പറയുന്ന തമിഴും വിട്ട് സംസ്കൃതം വളരെ കുറവായിരുന്നു. പിന്നെ ഉള്ളത് തമിഴായിരുന്നു. തമിഴിൽ നിന്നും പതുക്കെ അകന്നകന്ന് മലയാളത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ഗദ്യഭാഷ മലയാളത്തിലേക്ക് ഇങ്ങനെ വികസിച്ച് പോവാണ്. അപ്പോൾ നമ്മളിപ്പോ പദ്യം പഠിച്ചപ്പോഴും പറഞ്ഞു ആദ്യമൊക്കെ എന്തായിരുന്നു? കട്ടിവെട്ട വാക്കുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്ന. പതുക്കെ ചെറുശ്ശേരിയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ ലളിതമായ ഭാഷയിലേക്ക് പോയി. അതുപോലെ തന്നെ നമ്മുടെ ചെപ്പേടുകളിലും ലളിതമായി മലയാളത്തോട് അടുത്തുകൊണ്ട് പോയി ഓരോ ഘട്ടം കഴിയും തോറും. ഇതൊക്കെയാണ് മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ കണ്ടു കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും പ്രാചീനമായ ഗദ്യ മാതൃക എന്ന് പറയുന്നത് എന്താ? ഏതെങ്കിലും ചെപ്പേടായിരിക്കുമല്ലോ. ഏത് ചെപ്പേടാണ്? നിങ്ങളുടെ PSC ക്വസ്റ്റ്യൻ ആണല്ലോ. ഏതാണ് ഏറ്റവും പ്രാചീന ശാസനമായ വാഴപ്പള്ളി ശാസനം? വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ആരാണ്? രാജശേഖര ചക്രവർത്തിയാണ്. അപ്പൊ ഏറ്റവും പഴയ ശാസനം എന്ന് ചോദിച്ചാലും ഏറ്റവും പഴയ ഗദ്യ മാതൃക എന്ന് ചോദിച്ചാലും ഉത്തരം ഏതാണ്? വാഴപ്പള്ളി ശാസനമാണ്. ഇനി ഏറ്റവും പഴക്കം ചെന്ന ശാസനമായിട്ടുള്ള നമ്മുടെ വാഴപ്പള്ളി ശാസനത്തില് തുടങ്ങുന്നത് എങ്ങനെയാണ്? അപ്പൊ നമശിവായ എന്ന് തുടങ്ങുന്ന ശാസനം വാഴപ്പള്ളി ശാസനമാണ്. നമശിവായ ശ്രീ രാജരാജാധിരാജ പരമേശ്വര ഭട്ടാരക രാജശേഖര ദേവർക്ക്
അങ്ങനെ ആണ് അത് തുടങ്ങി പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ വാഴപ്പള്ളി ശാസനമാണ്. ഇനി അടുത്ത ഒരു മുൻകാല ചോദ്യമാണ് കേട്ടോ. അതായത് കൊല്ലവർഷം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ശാസനം ഏതാണ്? കൊല്ലവർഷം ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ശാസനം മാമ്പള്ളി ശാസനമാണ്. മാമ്പള്ളി ശാസനം. അപ്പൊ അത് ഓർക്കാനായിട്ട്, അതായത് പണ്ട് ഇങ്ങനെ ഓർത്താൽ മതി, നമ്മൾ ഈ കൊല്ലപ്പരീക്ഷ കഴിഞ്ഞിട്ടല്ലേ മാങ്ങാക്കാലമൊക്കെ ആവുന്നത്. അതായത് ഈ വാർഷിക പരീക്ഷ കഴിഞ്ഞ് നമ്മുടെ സ്കൂള് 2 മാസം അടയ്ക്കത്തില്ലേ, ആ സമയത്തല്ലേ ഈ മറ്റേ കപ്പിലും മാങ്ങയൊക്കെ പഴുത്തിട്ട് നമ്മൾ അതൊക്കെ കഴിക്കുന്നത്. അങ്ങനെ ഒന്ന് ഓർത്താൽ മതി. ആ കൊല്ലവർഷം വെച്ചിട്ട് കൊല്ലപ്പരീക്ഷയുടെ വെക്കേഷന് മാങ്ങ കഴിക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂസ് ആവും. അപ്പൊ കൊല്ലവർഷം ആദ്യമായിട്ട് മാമ്പള്ളി ശാസനം. പിന്നെ നമ്മുടെ ഗദ്യ മാതൃകകൾ പതുക്കെ പതുക്കെ വികസിച്ചു വരുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഭാഷാ കൗടലീയം, അതായത് സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള ആദ്യത്തെ മലയാള മാതൃക ഭാഷാ കൗടലീയ ഗദ്യമാണ്. അതായത് കൗടല്യന്റെ, അതായത് ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയായിട്ടുള്ള കൗടല്യന്റെ അഥവാ ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രത്തിന്റെ പരിഭാഷയാണ് ഏത്? ഭാഷാ കൗടലീയം. അപ്പൊ അത് പരിഭാഷപ്പെടുത്തി ഭാഷാ കൗടലീയം എന്ന പേരില്. അപ്പൊ അതിലും നമുക്കൊരു ഗദ്യ മാതൃക കാണാം. അപ്പൊ ചെപ്പേടിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ വികസിച്ച് നമ്മുടെ ഭാഷ വരികയാണ്. പിന്നെ നമുക്ക് എവിടെ കാണാൻ പറ്റും? ആട്ടപ്രകാരത്തിലും ക്രമദീപികയിലും കാണാൻ പറ്റും. അതായത് ഈ കൂത്തും കൂടിയാട്ടമൊക്കെ അവതരിപ്പിക്കത്തില്ലേ, അപ്പൊ അത് കലാകാരന്മാർ എങ്ങനെ അവതരിപ്പിക്കണം, അതിന്റെ രംഗസജ്ജീകരണം എങ്ങനെയാണ്, ഇതിനെയൊക്കെ പറ്റി പ്രതിപാദിക്കുന്ന 2 കൃതികളാണ് ഏത്? ആട്ടപ്രകാരവും ക്രമദീപികയും. അപ്പൊ അതും ഗദ്യത്തിലാണ് എഴുതിയേക്കുന്നത്. അതും നമുക്ക് ഗദ്യത്തിന്റെ വികസിച്ചു വരുന്ന മാതൃകയ്ക്ക് ഉദാഹരണമായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ ആട്ടപ്രകാരം ഒന്നും ക്രമദീപിക എന്നൊക്കെ ഇവിടെ കേട്ടാൽ നിങ്ങൾ മനസ്സിലോട്ട് വേണം, ആ ഗദ്യത്തിന്റെ ഇതിൽ വികസിച്ച കാര്യത്തിൽ പഠിപ്പിച്ചതാണ് എന്നൊരു രീതിയിലേക്ക് പോകണം. പിന്നെ വേറൊരു സംഭവമുണ്ട്. നമ്മള് പാട്ട് പ്രസ്ഥാനം ഇങ്ങനെ പോകുന്നു, മണിപ്രവാളം ഇങ്ങനെ പോകുന്നു, സമാന്തരമായിട്ട് ഇങ്ങനെ പോകുന്നു എന്നൊക്കെ ഉള്ള കാര്യം പഠിച്ചല്ലോ. അപ്പോ നമ്പ്യാൻ തമിഴ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് വിഭക്തി എന്ന സംസ്കൃത പദങ്ങളില്ല എന്നൊരു കാരണം കൊണ്ട് മണിപ്രവാളത്തിൽ നിന്ന് മാറ്റിയ ഒരു സംഭവമാണ്. മണിപ്രവാളം അല്ല എന്ന് ലീലാതിലകകാരൻ പറഞ്ഞ ഒരു ഭാഷയാണ് ഏത്? നമ്പ്യാൻ തമിഴ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്പ്യാൻ തമിഴും ഗദ്യരചനയ്ക്ക് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പൊ നമ്പ്യാൻ തമിഴ് എന്ന് പറയുന്ന ആ ഒരു ഗദ്യം, ആ ഒരു ഭാഷ നമ്മുടെ ഈ ചാക്യാര് കാണികൾക്ക് വിശദീകരിച്ചു കൊടുക്കത്തില്ലേ, ഇപ്പൊ അവതരിപ്പിച്ച കഥ എന്താന്ന് വിശദീകരിച്ചു കൊടുക്കത്തില്ലേ. അപ്പൊ ഈ പറയുന്ന ചാക്യാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഷയാണ് നമ്പ്യാൻ തമിഴ് എന്ന് പറയുന്നത്. അപ്പോ ഈ നമ്പ്യാൻ തമിഴിലും എന്ത് രൂപപ്പെട്ടിട്ടുണ്ട്? കുറച്ച് ഗദ്യകൃതികളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്ക്. ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല, നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അപ്പൊ നമ്പ്യാൻ തമിഴില് കുറച്ച് കൃതികൾ എഴുതിയിട്ടുണ്ട്. നമ്പ്യാൻ തമിഴ് അത് ഏതൊക്കെയാണ്? അംബരീക്ഷോപാഖ്യാനവും നളോപാഖ്യാനവും ദേവി മാഹാത്മ്യവും. അപ്പൊ 3 എണ്ണമാണ് കേട്ടോ. അംബരീക്ഷോപാഖ്യാനം, നളോപാഖ്യാനം, ദേവി മാഹാത്മ്യം. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ബ്രഹ്മാണ്ഡ പുരാണം. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല. അപ്പൊ അംബരീക്ഷോപാഖ്യാനം, നളോപാഖ്യാനം, ദേവി മാഹാത്മ്യം, ബ്രഹ്മാണ്ഡ പുരാണം. ഇത്തരം സാധനങ്ങൾ ഈ നമ്പ്യാൻ തമിഴില് രചിച്ച കൃതികളിൽ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഇന്നതാണ് എന്നൊക്കെ ഒരു വെളിവൊക്കെ ഉണ്ടായാൽ മതി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഗദ്യം വികസിച്ചങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഗദ്യത്തിന്റെ യഥാർത്ഥ വികസനം ശരിക്കും വികസിച്ചത് നമ്മളുടെ മിഷണറിമാരുടെ വരവോടുകൂടിയാണ്. അപ്പൊ നമുക്കിനി അത് നോക്കാം. അതായത് മിഷണറിമാർ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം, മിഷണറിമാർക്ക് ചില തത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ? നിങ്ങൾ ലോകത്തെല്ലായിടത്തും പോയി യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ഒരു തത്വം ഉൾക്കൊണ്ട് അവര് ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് മതപ്രചാരണം നടത്തിയവരാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവര് കേരളത്തിലും വന്നു. കേരളത്തിലെ മറ്റേ LMS, CMS, BMS മിഷണറിമാര് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുമതം പ്രചരിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഈ BMSന്റെ കീഴിലാണ് ഹെർമൻ ഗുണ്ടർട്ടൊക്കെ വന്നത് കേട്ടോ. BMS, CMSന്റെ കീഴില് ബെഞ്ചമിൻ ബെയ്ലിയൊക്കെ CMSകാരനാണ്. ഓക്കെ, അപ്പൊ അവര് കേരളത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അവര് മതപ്രചാരണമാണ്. കേരളത്തിൽ ആണെങ്കിൽ അന്നെന്താ അവസ്ഥ? അവര് വന്ന സമയത്ത് ആര്യാധിനിവേശവും ജാതിയും മതവും അടിയിടിയും ബഹളവും, ഉള്ളവർക്ക് വിദ്യാഭ്യാസം ഇല്ല, സ്ത്രീകൾക്കാണ് വിദ്യാഭ്യാസം തീരെ ഇല്ല, താഴേക്കിടയിലുള്ളവർക്ക് വിദ്യാഭ്യാസം ഇല്ല, ജാതിപരമായിട്ട് അയിത്തം, അങ്ങനെ മൊത്തത്തിൽ ഒരു അരക്ഷിതമായിട്ടൊരവസ്ഥയിലാണ് അവരിവിടെ വന്നത്.
അപ്പൊ അവർക്ക് നേരിട്ട് വന്നിട്ട് പഠിപ്പിക്കാനുള്ള ഒരു മീഡിയം ഒന്നും കിട്ടിയില്ല. കാരണം ആളുകൾക്ക് എന്താ ഒരു വിദ്യാഭ്യാസവും ഇല്ല. അപ്പൊ അവര് ആദ്യം എന്ത് ചെയ്തെന്ന് അറിയാവോ? അവര് ഇവരെ വിദ്യാസമ്പന്നരാക്കി. അതിനു വേണ്ടിയിട്ട് അവർ സ്കൂളുകൾ സ്ഥാപിക്കുകയും പിന്നെ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും, അതായത് മലയാളം ഉൾപ്പെടെ പഠിപ്പിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട് പലരെയും. അപ്പോൾ ആദ്യം ഇവര് മലയാളമൊക്കെ പഠിച്ചു, പിന്നെ അവരുടെ ഇംഗ്ലീഷ് നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ പല രീതിയിൽ ഇവര് നമ്മളെ ആ സമയത്തുണ്ടായിരുന്നവരെ എഡ്യൂക്കേറ്റഡ് ആക്കി എടുത്തു. പിന്നെ മതപ്രചാരണാർത്ഥം അവര് പത്രം തുടങ്ങി, നിഘണ്ടു തുടങ്ങി, പല ഗ്രന്ഥങ്ങളും എഴുതി. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ. അപ്പൊ മിഷണറിമാര് ഇവിടെ വന്നിട്ട് നമ്മളുടെ ഭാഷയൊക്കെ പഠിച്ചിട്ട് അവര് മതപ്രചാരണം ആരംഭിച്ചു. അപ്പൊ മലയാളത്തിലൊരു ശൈലിയുണ്ട്, പാതിരി മലയാളം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വികലമായ ഭാഷ. അതായത് ഞാനിപ്പോ സംസാരിക്കുന്ന പോലെ, നിങ്ങൾ സംസാരിക്കുന്ന പോലെ ഒരു മലയാളം സംസാരിക്കാനൊന്നും ഇവർക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഒരു മലയാളമാണ് സംസാരിക്കുന്നതും കറക്റ്റ് മലയാള പ്രൊനൗൺസിയേഷൻ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു മലയാള ശൈലിയാണ് പാതിരി മലയാളം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വികലമായ ഭാഷ എന്നർത്ഥം. അപ്പൊ ഈ പറയുന്ന മിഷണറിമാര് നമ്മളുടെ ഇവിടെ, അല്ലെങ്കിൽ അവരുടെ അന്നത്തെ ഒരു ഭാഷാ രീതിയെയാണ്, ഗദ്യ രീതിയെ നമ്മൾ വിളിച്ചിരുന്നതാണ് എന്ത്? പാതിരി മലയാളം എന്നും മിഷണറി മലയാളം എന്നും. പിന്നെ നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ട് ഒരു ഗദ്യ രൂപപ്പെടുത്തി എന്ന് പറയാവുന്നത് 1599 വർഷം ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. 1599 നടന്ന ഉദയംപേരൂർ സൂരഹദോസ് ഉണ്ടല്ലോ, ആ സമ്മേളനത്തിൽ കുറെ തീരുമാനങ്ങളൊക്കെ എടുത്തായിരുന്നല്ലോ. ആ സമ്മേളനത്തിലെ തീരുമാനങ്ങള് യാക്കോബ് കത്തനാര് പോർച്ചുഗീസിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അതിനെ നമുക്ക് ഈ പറയുന്ന മിഷണറിമാരുടെ ഭാഗത്തു നിന്നുള്ള ആദ്യ ഒരു ഗദ്യ മാതൃകയായിട്ട് കണക്കാക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് പാതിരി മലയാളം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. പിന്നെ പഠിക്കേണ്ടത് 1599 ഉദയംപേരൂർ സൂരഹദോസ്, അത് പഠിക്കണം. പിന്നെ മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടില്ല, എന്താണ് ഏതാണെന്നൊക്കെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞതില്ലെന്ന് കിട്ടിയില്ലേ? അത്രയും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനിയാണ് നിങ്ങളുടെ മുൻകാല ചോദ്യങ്ങളിലേക്ക് പോകുന്നത് കേട്ടോ. അതായത് മിഷണറിമാര് ഇവിടെ വന്നു, പിന്നെ അവര് പല അച്ചുകൂടങ്ങളൊക്കെ സ്ഥാപിക്കുകയൊക്കെ ഉണ്ടായി ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ. പിന്നെ അവര് കുറച്ച് ഗ്രന്ഥങ്ങളൊക്കെ ഇറക്കുകയുണ്ടായി മലയാളത്തില്. അപ്പൊ മലയാള ലിപികൾ അച്ചടിച്ച് വന്നതുകൊണ്ട്, മലയാളത്തിൽ തന്നെ ഇറക്കിയത് കൊണ്ട് ഇതെല്ലാം PSC ചോദിക്കാറുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചു വന്ന കൃതി ഏതാണ്? അപ്പൊ ഇങ്ങനെ ചോദിക്കാറുണ്ട്, വായിക്കുമ്പോൾ നന്നായിട്ട് വായിക്കണം. മലയാള ലിപികൾ അച്ചടിച്ചു വന്നത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണ് ചോദിക്കണമെങ്കിൽ ഉത്തരം നിങ്ങൾ ഇത് വേണം എഴുതാൻ, ഹോർത്തൂസ് മലബാരിക്കോസ്. ഈ ഹോർത്തൂസ് മലബാരിക്കോസിന്റെ മറ്റു പേരെന്താണെന്ന് അറിയാവോ? കേരളാരാമം എന്ന് പറയും, കേരള സസ്യ വിവരം എന്ന് പറയും. പൊതുവെ നമ്മള് ഹോർത്തൂസ് മലബാരിക്കസ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ഈ രണ്ട് പേരുകളും കൂടെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളത് പഠിച്ചു വെക്കുക. അപ്പൊ ഈ ഒരു ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് മലയാള പദങ്ങൾ ഇതിൽ അച്ചടിച്ചു. മൊത്തത്തിൽ ബുക്ക് മലയാളത്തിലല്ല അടിച്ചത്, ബുക്ക് ലാറ്റിൻ ഭാഷയിലാണ് അടിച്ചത്. എവിടെയാണ് അടിച്ചത്? നെതർലൻഡിലാണ് അടിച്ചത്. നെതർലൻഡിലെ ആംസ്റ്റർഡാമിലാണ് ഇത് അടിച്ചത്. ഈ ഗ്രന്ഥം ആരുടെ നേതൃത്വത്തിലാണ്? അഡ്മിറൽ വാൻഡ്രിഡിന്റെ. ഇതൊക്കെ സ്ഥിരം PSC ചോദ്യം കേട്ടോ. ഹോർത്തൂസ് മലബാരിക്കസിന്റെ നേതൃത്വം വഹിച്ച ആളുടെ പേരെന്താണ്? അഡ്മിറൽ വാൻഡ്രിഡ് എന്നാണ്. പിന്നെ ഇതിന്റെ ഈ പറയുന്ന ഹോർത്തൂസ് മലബാരിക്കസിന്റെ വിഷയം എന്താണെന്നറിയാവോ? കേരളത്തിലെ സസ്യജാലങ്ങളെ പറ്റിയാണ്. അപ്പൊ കേരളത്തിലെ സസ്യജാലങ്ങളുടെ ഈ പിന്നെ ഔഷധ ഗുണങ്ങളൊക്കെ അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു അതിനെപ്പറ്റി അറിയാവുന്ന ഒരു ആയുർവേദ പണ്ഡിതൻ ഉണ്ടായാലല്ലേ അതിനെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഗ്രന്ഥം രചിക്കാനായിട്ട് സഹായിച്ചതിൽ ഒരാളാണ് ചേർത്തലക്കാരനായിട്ടുള്ള ഇട്ടി അച്യുതൻ വൈദ്യരാണ് ഇതിനെ സഹായിച്ചത്. മുൻകാല ചോദ്യമാണ്, കിട്ടിക്കാണുമല്ലോ. ഇനി ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കേരളത്തിലെ സസ്യജാലങ്ങളെയാണ്. അപ്പൊ മലയാളത്തില് സസ്യത്തിന്റെ ചില പേരുകൾ, ചില വാക്യങ്ങളൊക്കെ ഇതിൽ അടിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മലയാള ലിപികൾ ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത് എന്ന് നിങ്ങൾക്ക് ചോദ്യം വന്നാൽ ഹോർത്തൂസ് മലബാരിക്കോസ് എഴുതണം. പക്ഷെ ഹോർത്തൂസ് മലബാരിക്കോസ് ഏത് ഭാഷയിലാണ് എഴുതിയത്? ലാറ്റിൻ ഭാഷയിലാണ് എഴുതിയത്. മലയാളത്തില് ഒരു സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതില്, അല്ലാതെ അത് മലയാള ബുക്കല്ല. ഇനി അതിൽ വേറെ ചില ഭാഷകളും കൂടെ ഉണ്ടായിരുന്നു. ഏതൊക്കെ ഉണ്ടായിരുന്നു? ലാറ്റിനിലാണ് അടിച്ചത്, പിന്നെ ലാറ്റിൻ ഉണ്ടാവുമല്ലോ. പിന്നെ മലയാളം ഉണ്ടായിരുന്നു, പിന്നെ അറബി ഉണ്ടായിരുന്നു, പിന്നെ സംസ്കൃതം ഉണ്ടായിരുന്നു. അപ്പൊ ലാറ്റിൻ, അറബി, സംസ്കൃതം, മലയാളം, ഇത്രയും ഭാഷകൾ നമ്മുടെ ഹോർത്തൂസ് മലബാരിക്കസ് എന്ന് പറയുന്ന ആ സസ്യങ്ങളെ പറ്റി എഴുതിയ ആ ബുക്കിൽ ഉണ്ടായിരുന്നു. ഇത് കറക്റ്റ് ആണ്. ഇത് എപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂസ് ആയി പോകുന്നതാണ്. ഇനി നമുക്ക് മലയാളത്തിലെ ബുക്ക് ഏതാണെന്ന് നോക്കാം. പിന്നെ എവിടെയാണ് അടിച്ചത്? നെതർലൻഡ് ആംസ്റ്റർഡാമിലാണ്. ഇനി മലയാളത്തിലെ ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്
പൂർണ്ണമായിട്ടും മലയാളത്തിൽ അടിച്ച ബുക്ക് ഏതാണ്? മലയാള ലിപിയിൽ, മറ്റത് ലിപികൾ അടിച്ചതായിരുന്നു, ഇതെന്താ മലയാള ലിപിയിൽ ആദ്യം അച്ചടിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാല് സംക്ഷേപ വേദാർത്ഥമാണ്. ക്ലെമന്റ് പാതിരിയാണ് എഴുതിയത്. അടിച്ചത് എവിടാ? റോമിലാണ്. അപ്പൊ ക്ലെമന്റ് പാതിരി എഴുതി റോമിലാണ് ഇത് അച്ചടിച്ചത്. ബുക്കിന്റെ പേരെന്താ? സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് ഫുള്ള് മലയാളത്തിൽ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ നമുക്കിനി അടുത്ത നോക്കാം. അപ്പൊ അവിടെ ഇവിടെയൊക്കെ അച്ചടിച്ചു. അപ്പൊ ഇനി കേരളത്തിലും ഇന്ത്യയിലേക്കൊക്കെ അച്ചടി വരണമല്ലോ. ഓക്കെ, അപ്പൊ ഇന്ത്യയിലൊക്കെ അച്ചടി വന്നു. ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്ന കേരളത്തിലെ കാര്യമാണ്. നമ്മൾ മലയാള സാഹിത്യം ആയതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഇതാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇനി അച്ചടി കേരളത്തിൽ. അച്ചടി കേരളത്തിലേക്ക് വരാൻ മുൻകൈ എടുത്ത ഒരാളുണ്ട് നമുക്ക്. ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. ഇപ്പൊ CMS മിഷന്റെ പ്രവർത്തകനായിരുന്നു ബെഞ്ചമിൻ ബെയ്ലി. കേരളത്തിൽ അച്ചടിച്ച ആദ്യ മലയാള പുസ്തകം എന്ന് പറയുന്നത് ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകളാണ്. അപ്പൊ CMS പ്രസ് കോട്ടയത്ത് ബെഞ്ചമിൻ ബെയ്ലിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അപ്പൊ കേരളത്തിൽ അച്ചടിച്ച ആദ്യ മലയാള പുസ്തകം ഏതാ? കൊച്ചു പിള്ളേർക്കുള്ളതാണ്. ഏതാണ്? ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ, ബെഞ്ചമിൻ ബെയ്ലി, CMS പ്രസ്. ഇനി ബൈബിള് മലയാളത്തിലേക്ക് പരിപാടില്ലേ? ബെഞ്ചമിൻ ബെയ്ലി ബൈബിൾ ഓർക്കണമെന്ന് പറഞ്ഞൊക്കെ നമ്മൾ പഠിച്ചു വെക്കാറുണ്ട് അല്ലെ? അപ്പൊ ബെഞ്ചമിൻ ബെയ്ലി എന്തും കൂടെ ചെയ്തിട്ടുണ്ട്? ബൈബിള് പരിഭാഷപ്പെടുത്തുകയും കൂടെ ചെയ്തിട്ടുണ്ട്. 1829 പിന്നെ പത്രം പഠിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പറഞ്ഞു തരും. അതായത് നമ്മുടെ മൂന്നാമത്തെ പത്രം ഏതാണ്? ജ്ഞാനനിക്ഷേപമാണ്. ജ്ഞാനനിക്ഷേപം നമ്മൾ കോട്ടയം CMS പ്രസ്സിൽ നിന്നാണ് അടിച്ചത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ രണ്ട് പത്രം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ഞാൻ വോയിസ് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യം ഈ ക്ലാസ് കേട്ടിരിക്കുന്നവർ ആരെങ്കിലും ഫ്രണ്ട്ലി PSCയുടെ ടെലഗ്രാമിൽ ഇല്ലെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുന്ന ഡൗട്ടുകളോ കാര്യങ്ങളോ കോമൺ ആയിട്ട് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് അതിന്റെ മറുപടി ഇടാറുണ്ട്. അപ്പൊ ഈ പത്രത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം. അപ്പൊ അതിൽ നമ്മള് ആദ്യത്തെ പത്രം രാജ്യസമാചാരവും, രണ്ടാമത്തെ പത്രം പശ്ചിമോദയത്തിന്റെ കാര്യങ്ങളും, മൂന്നാമത്തെ പത്രമായിട്ടുള്ള ജ്ഞാനനിക്ഷേപത്തിന്റെ കാര്യവും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞ രണ്ട് പത്രം ഉണ്ടല്ലോ, രാജ്യസമാചാരം, പശ്ചിമോദയം, അത് കല്ലച്ചിലാണ് അടിച്ചത്. എന്നാൽ മൂന്നാമത് പറയുന്ന ജ്ഞാനനിക്ഷേപം വടിവൊത്ത അക്ഷരത്തിലാണ്. അതായത് നമ്മുടെ ബെഞ്ചമിൻ ബെയ്ലി രൂപകൽപ്പന ചെയ്ത നല്ല വടിവൊത്ത അക്ഷരത്തിലാണ് ജ്ഞാനനിക്ഷേപം അച്ചടിച്ചത്. അപ്പോ നമ്മുടെ അക്ഷരങ്ങൾ വട്ടെഴുത്താക്കി നല്ല ഉരുട്ടി ഉരുട്ടി എഴുതുന്ന ഒരു രീതിയില്ലേ മലയാളത്തിന്, അത് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ ബെഞ്ചമിൻ ബെയ്ലിയാണ്. പത്രമാസികയുടെ ക്ലാസ്സിൽ അത് പറയും കേട്ടോ. എന്നാലും ഒന്ന് ഓർത്തിരിക്കുക, അവിടെ ചെല്ലുമ്പോൾ ഒന്നുകൂടെ ഓർക്കാം. ഇനി വൈദികരുടെ തന്നെ കാര്യം. വൈദികരുടെ ഭാഗത്തുനിന്ന് ഒത്തിരി കൃതികൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കുറച്ച് നമുക്ക് സിലബസിൽ വൈജ്ഞാനിക മേഖല ഉണ്ടല്ലോ. അപ്പൊ വൈജ്ഞാനിക മേഖല പഠിക്കുമ്പോഴത്തേക്ക് കുറെ നിഘണ്ടുക്കളുടെയും കുറെ ഗദ്യത്തിന്റെയും ഒക്കെ അവിടെയും പഠിക്കും. അപ്പൊ അതൊക്കെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അത് അവിടെ പഠിക്കാം നമുക്ക്. ഇനി മറ്റു കൃതികളും കൂടെ നോക്കിയേ. അതായത് ഗദ്യത്തിന്റെ വികസനം കാണിക്കുന്ന അടുത്ത കൃതികളാണ് വേദതർക്കം. വേദതർക്കം എഴുതിയത് കരിയാറ്റിൽ ഔസേപ്പ് കത്തനാരാണ് കേട്ടോ. വേദതർക്കം കരിയാറ്റിൽ ഔസേപ്പ് കത്തനാർ. ഓർത്ത് വെക്കാനേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. എന്തെങ്കിലും തർക്കം വരുമ്പോ ആറ്റിലേക്ക് തള്ളിയിടുന്നോ എന്തെങ്കിലും ഒന്ന് ഓർക്കുക. അപ്പൊ വേദതർക്കം കരിയാറ്റിൽ കിട്ടിയല്ലോ. ഓക്കെ. ഇനി വർത്തമാന പുസ്തകം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം മലയാളത്തിൽ ഏതാന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ പാറമ്മക്കാൽ തോമക്കത്തനാര് എഴുതിയ വർത്തമാന പുസ്തകമാണ് ആദ്യത്തെ മലയാള യാത്രാ വിവരണം. ഇതുമൊക്കെ മലയാള ഗദ്യം വികസിച്ചതിന്റെ മാതൃക കാണിക്കുന്ന ബുക്കുകളാണ്. അപ്പൊ വർത്തമാന പുസ്തകം പാറമ്മക്കാൽ തോമക്കത്തനാർ. പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മലയാള യാത്രാ വിവരണമാണ്. അപ്പൊ അതില് ഈ കരിയാറ്റിൽ ഔസേപ്പ് മൽപ്പാനും തോമക്കത്തനാരും നടത്തിയ റോമയാത്രയുടെ വിവരങ്ങളാണ് അതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയി കാണുമല്ലോ. പിന്നെ ഗദ്യ വളർച്ചയ്ക്ക് വൈദികരുടെ ഭാഗത്ത് നിന്ന് ഇഷ്ടംപോലെ വ്യാകരണ കൃതികള്, ഗ്രന്ഥങ്ങളോ ഇതൊക്കെ നിഘണ്ടുക്കളൊക്കെ ഉണ്ട്. അത് നമ്മൾ വൈജ്ഞാനിക മേഖലയിൽ പഠിക്കും. അതുകൊണ്ട് അത് പറയുന്നില്ല ഇവിടെ. അടുത്തത് നമ്മളുടെ PSCയുടെ സ്ഥിരം ചോദ്യം, ഹെർമൻ ഗുണ്ടർട്ടിന്റെ കൃതികൾ മറിച്ച് ചോദിക്കുക. അത് മലയാളത്തിൽ മാത്രമല്ല നിങ്ങളുടെ ഹിസ്റ്ററിയിലും ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ജർമ്മൻകാരനായിട്ടുള്ള ഹെർമൻ ഗുണ്ടർട്ട്, അദ്ദേഹത്തിന്റെ കൃതി. അദ്ദേഹം ഏത് മിഷൻകാരനായിരുന്നു? BMS കാരനായിരുന്നു കേട്ടോ. ബാസൽ മിഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന. ഈ കൃതികളൊന്നും വിടാൻ നിൽക്കണ്ട, പഠിച്ചോ. അതായത് മലയാള ഭാഷാ വ്യാകരണം, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, പഴഞ്ചൊൽ മാല, കേരളോൽപ്പത്തി, കേരളപ്പഴമ, വജ്രസൂചി. ഇത് മൊത്തം പഠിക്കണം.
അത് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി, ഒന്നും നോക്കണ്ട, കളയാനില്ല ഒന്നും. അടുത്ത സ്ലൈഡ് നോക്കാം. ഇനി മലയാള ഗദ്യം ഇങ്ങനെ വികസിച്ച് വരുന്നതിന് അടുത്ത നമ്മളുടെ കേരളീയനായിട്ടുള്ള വലിയ കോയി തമ്പുരാനും പങ്കുണ്ട്. അതായത് നമ്മളുടെ വലിയ കോയി തമ്പുരാൻ ഈ മയൂര സന്ദേശമൊക്കെ എഴുതുന്ന സമയത്ത്, മയൂര സന്ദേശമൊക്കെ എഴുതി, അതായത് ആയില്യം തിരുനാള് വലിയ കോയി തമ്പുരാനുമായിട്ട് ചെറിയ അനിഷ്ട വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആയില്യം തിരുനാൾ ഇദ്ദേഹത്തെ അമ്പലപ്പുഴയില് തടവിലൊക്കെ ആക്കിയതാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ പോകുന്നത് നമ്മുടെ വിശാഖം തിരുനാളിന്റെ കാലത്താണ്. വിശാഖം തിരുനാളും നമ്മുടെ കോയി തമ്പുരാനും നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോ വിശാഖം തിരുനാളിന്റെ കാലത്ത് നമ്മളുടെ കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ പാഠപുസ്തക കമ്മിറ്റിയുടെ അധ്യക്ഷനൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ പാഠപുസ്തക കമ്മിറ്റിയുടെ അധ്യക്ഷനാവുമ്പോൾ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് രചിച്ച ഗദ്യത്തിന് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്. അപ്പൊ പാഠപുസ്തക കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള മലയാളി ഏതാണ് എന്ന് ചോദിച്ചാല് ആദ്യത്തെ കേട്ടോ. അപ്പൊ സ്കൂൾ പാഠപുസ്തക കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന മലയാളി ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ ആളാരാണെന്ന് അറിയാമോ? പാഠപുസ്തക കമ്മിറ്റിയുടെ ആദ്യത്തെ അധ്യക്ഷൻ 1866 അണ്ണാജി രാജയായിരുന്നു. ഈ അണ്ണാജി രാജ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ കേരളവർമ്മ ആ ഒരു സ്ഥാനത്തേക്ക് വന്നത്. ഒരു 67-68 സമയത്താണ് അദ്ദേഹം കയറിയത്. അപ്പോ ഇദ്ദേഹം ഈ മലയാള ഗദ്യത്തിന്റെ, അതായത് ഈ പറയുന്ന പാഠപുസ്തക കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വന്നപ്പോൾ മലയാളത്തിൽ പൊതുവെ കൃതികൾ കുറവായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ മലയാളത്തിൽ കൃതികളുടെ എണ്ണം കൂട്ടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇദ്ദേഹം നിരൂപണം, അതായത് പുതിയ എഴുത്തുകാരെ എഴുത്തിലേക്ക് നയിക്കുക എന്ന രീതിയിൽ ഒരു പ്രോത്സാഹന നിരൂപണ നയമാണ് ഇദ്ദേഹം സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് മലയാളത്തിൽ ഒത്തിരി കൃതികൾ വന്നു എന്നും മലയാളത്തിലെ കവിതയാണെങ്കിലും ഗദ്യമാണെങ്കിലും കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത, അല്ലെങ്കിൽ അത്ര വലിയ നല്ല കൃതികള്, കുറച്ച് മോശം കൃതികളുടെ എണ്ണം ക്രമാതീതമായി കൂടിയപ്പോഴത്തേക്ക് മുഖത്തടിച്ച പോലെ നിരൂപണം ചെയ്ത വേറൊരാളുണ്ട്, CP അച്യുതമേനോനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിരൂപണത്തിന്റെ ക്ലാസ്സിൽ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് കേട്ടാൽ അറിയാൻ പറ്റും അല്ലെ? അപ്പൊ ഈ ഒരു പൊസിഷനിലേക്ക് നമ്മുടെ വലിയ കോയി തമ്പുരാൻ വന്നപ്പോൾ അദ്ദേഹവും ഗദ്യത്തിന് ഒത്തിരി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ കുറെ രചനകളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർ അതിലേക്ക് വരാനായിട്ട് ഒത്തിരി കൃതികൾക്ക് അവതാരിക എഴുതിയിട്ടുണ്ട്, ഒത്തിരി പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, പത്രമാധ്യമങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറെ സംഭാവനകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു മുൻകാല ചോദ്യമാണ്, മലയാള ഗദ്യത്തിന്റെ ആധുനിക പുരോഗതിക്ക് തുടക്കമിട്ടത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. അപ്പൊ ഗദ്യത്തെ വികസിപ്പിച്ച ആളുടെ പേര് ചോദിക്കുമ്പോൾ മലയാളത്തിൽ ആരാ? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, മുൻകാല ചോദ്യമാണ്. ഇനി മലയാള വ്യാകരണത്തിന്റെ പേര് ചോദിക്കാറുണ്ട്. അപ്പൊ ഉത്തരം ആരാ? AR രാജരാജവർമ്മയാണ്. അപ്പൊ ഗദ്യം ചോദിച്ചാൽ കേരളവർമ്മ വലിയ കോയി തമ്പുരാനും, വ്യാകരണം ചോദിച്ചാൽ AR രാജരാജവർമ്മയാണ്. അപ്പോ ഇത് ക്ലിയർ ആയി കാണുമല്ലോ. ഇനി അടുത്തത് വിശാഖം തിരുനാൾ മഹാരാജാവും ഗദ്യശാഖയെ പരിപോഷിപ്പിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. അപ്പൊ വിശാഖം തിരുനാൾ മഹാരാജാവും ഗദ്യശാഖയെ പരിപോഷിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം എഴുതിയ കൃതിയാണ് മഹച്ചരിത സംഗ്രഹം. അപ്പൊ മഹച്ചരിത സംഗ്രഹം വിശാഖം തിരുനാളിന്റെയാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമല്ലോ. അപ്പൊ ഈ ഒരു ഭാഗം പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി തുടർന്ന് വരുന്ന സാഹിത്യകാരന്മാരുടെ കുറച്ച് സംഭാവനകളാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ ചരിത്രം രചിച്ചതാരാ? മലയാള ഭാഷാ ചരിത്രം 1881 P. ഗോവിന്ദപിള്ളയാണ് കേട്ടോ. P. ഗോവിന്ദപിള്ള. അപ്പൊ മലയാള ഭാഷാ ചരിത്രം P. ഗോവിന്ദപിള്ള. പിന്നെ ഗദ്യത്തിന് സംഭാവന നൽകിയിട്ടുള്ള അടുത്ത ആരാണ്? AR രാജരാജവർമ്മ. ARന്റെ കൃതികൾ ഒന്നും വിടാൻ നിൽക്കണ്ട, മുഴുവൻ പഠിക്കണം. ഒന്ന് കേരള പാണിനിയം, വ്യാകരണ ഗ്രന്ഥമാണ്. പിന്നെ സാഹിത്യ സാഹ്യം, ഭാഷാഭൂഷണം, വൃത്തമഞ്ജരി. ഈ സാഹിത്യത്തിന് ഒരു പ്രാധാന്യമുണ്ട്. അത് മലയാളം നിരൂപണം പഠിപ്പിക്കുമ്പോൾ പറയും. സാഹിത്യ സാഹ്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് AR നിരൂപണത്തിലേക്ക് കടന്നു വന്നത് ഒന്ന് നളിനിയുടെ നിരൂപണവും പിന്നെ ഈ സാഹിത്യത്തിലും കൂടെയാണെന്ന് പറയാം. അപ്പോൾ സാഹിത്യ സാഹ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് ആദ്യമായിട്ട് തിരുവിതാംകൂർ ചരിത്രം, അതുപോലെ ആദ്യ ആത്മകഥ, ഇത് എഴുതിയതാരാ? വായിക്കത്ത് പാച്ചു മൂത്തത്. അത് ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി. ഒരു മൂത്ത ആൾക്കല്ലേ ജീവചരിത്രവും അതും ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ തിരുവിതാംകൂറിന്റെ ചരിത്രമൊക്കെ മൂത്ത ആൾക്കേ അറിയാവുള്ളൂ, ആദ്യം പോലുള്ള കാര്യം. പിന്നെ അദ്ദേഹത്തിന്റെ തന്നെ ആത്മകഥ കുറെ മൂക്കുമ്പോഴാണല്ലോ എഴുതുന്നത്. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ വൈക്കത്ത് പാച്ചു മൂത്തതാണ്
തിരുവിതാംകൂർ ചരിത്രവും ആദ്യ ആത്മകഥ എഴുതിയെന്ന് ഓർക്കുക. അപ്പൊ മലയാള ഗദ്യ മാതൃകകളുടെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫ്രണ്ട്ലി PSCയുടെ ബുക്ക് വാങ്ങാത്തവര് വാങ്ങുക. അപ്പോൾ ഇനി നമ്മുടെ വാട്സപ്പ് വഴി ബുക്ക് വാങ്ങിക്കുന്നവർക്ക് ഈ ബുക്കിന്റെ മുഴുവൻ ക്ലാസ്സും പിന്നെ ഈ ബുക്കിന് ശേഷം ഇറങ്ങിയ PSC ചോദ്യങ്ങളുടെ മുൻകാല ചോദ്യങ്ങളും, അതായത് PSC ക്വസ്റ്റ്യന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ക്ലാസ്സും ഇതുപോലെ ഡിജിറ്റൽ ബോർഡ് യൂസ് ചെയ്ത് വിത്ത് കോഡ് നിങ്ങൾക്ക് വെറും 22 രൂപ, ഈ ബുക്ക് വാങ്ങിയവർക്ക് വെറും 22 രൂപ കൂടെ അടച്ചാൽ 1 വർഷം വാലിഡിറ്റിയിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ബുക്ക് വാങ്ങാത്തവർ വാങ്ങിക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാലൻസ് ക്ലാസ് അടുത്ത ദിവസം.